എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? വായിക്കണം. ഇങ്ങനെ ആഗ്രഹത്തോടെ, കൊതിയോടെ, ഈ വാഞ്ചയോടെ. ചില ആളുകൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ, ഈ ചൂണ്ടയിടുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ആരെങ്കിലും ഒരു പ്രതീക്ഷയില്ലാതെ ഒരു മീനും കിട്ടാൻ പോകുന്നില്ല, എന്നാലും ചുമ്മാ ചൂണ്ടയിടുക എന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ? ചൂണ്ടയിടുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ബൈബിൾ തുറന്നു വെച്ച് ഭയങ്കര പ്രതീക്ഷയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ ഇങ്ങനെ വായിക്കുമ്പം, വായിച്ച വചനങ്ങൾ വാ കൊണ്ട് പിന്നെ ഏറ്റു പറയുമ്പം, അത് വീണ്ടും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴും, ജോലി സ്ഥലത്ത് പോകുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നീ പോലും അറിയാതൊരു ജീവൻ ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. ഒരു ഭയങ്കര ലൈഫ് ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനാകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.